CCTV ദൃശ്യങ്ങളില്ലായിരുന്നുവെങ്കിൽ മണിയമ്പിള്ള രാജുവിന്റെ കാര്യം കട്ടപ്പുകയായേനെ. മണിയമ്പിള്ള രാജുവിന്റെ വോൾവോ കാറിലേക്ക് രണ്ട് യുവാക്കൾ സഞ്ചരിച്ച എൻഫീൽഡ് ബുള്ളറ്റ് വന്നിടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നും ഇൻഡിക്കേറ്റർ ഇട്ട് പതുക്കെ റോഡിലേക്ക് ഇറക്കിയ ആ കാറിന്റെ മുൻവശത്ത് ബൈക്ക് വന്നിടിക്കുന്നതാണ് ആ ദൃശ്യത്തിലുള്ളത്. ഒരു കാറും രണ്ട് ബൈക്കുകളും കടന്നു പോയതിനു ശേഷം മാത്രമാണ് രാജു കാർ റോഡിലേക്ക് ഇറക്കിയത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ആ യുവാക്കൾ അമിത വേഗതയിൽ വന്ന് കാറിനിട്ട് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ യുവാക്കൾ റോഡിൻ്റെ മറുഭാഗത്തേക്ക് തെറിച്ചു വീഴുന്നതും നമുക്ക് കാണാം. എതിർദിശയിൽ വാഹനങ്ങൾ വരാത്തതും ആ സമയം വന്നിരുന്നെങ്കിൽ അപകടത്തിൻ്റെ തീവ്രത കൂടിയേനെ. മണിയമ്പിള്ള രാജുവിൻ്റെ കാറിൻ്റെ മുൻവശത്തെ ബമ്പർ പൂർണ്ണമായും ഇളകിത്തെറിക്കുന്നതും ദൃശ്യത്തിലുണ്ട്. അപകടത്തിന് ശേഷം ഇളകിക്കിടക്കുന്ന ബമ്പറുമായി രാജു കാർ നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു. ഈ സമയത്ത് യുവാക്കൾ പരിക്കേറ്റ് റോഡിൽ കിടക്കുന്നതും ആ ദൃശ്യത്തിലുണ്ട്. തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത്. ആ അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. താൻ മദ്യപിച്ചിട്ടില്ലായിരുന്നുവെന്നും പേടിച്ചിട്ടാണ് കാർ നിർത്താതെ പോയതെന്നുമാണ് മണിയമ്പിള്ളയുടെ ഭാഷ്യം. എന്നാൽ മണിയമ്പിള്ള രാജുവിനെ പോലെയുള്ള ഒരാൾ കുറച്ചുകൂടെ ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നു. അതുപോലെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ ഉത്തരവാദിത്തരാഹിത്യം ഉണ്ടായിട്ടുണ്ട്. രാത്രിയിൽ തന്നെ ഇടിച്ച വാഹനം കസ്റ്റഡിയിലെടുക്കുന്നതിനോ വാഹനമോടിച്ച മണിയമ്പിള്ള രാജുവിനെ കസ്റ്റഡിയിലെടുത്ത് മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കുകയോ ഉണ്ടായില്ല. ഏതാണ്ട് 12 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് മണിയമ്പിള്ളയെ മെഡിക്കൽ എടുക്കുവാൻ കൊണ്ടുപോയത്. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇത് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ വലിയൊരു പിഴവാണ്. ആ യുവാക്കൾക്ക് ഗുരുതരമായ മറ്റെന്തെങ്കിലും സംഭവിക്കുമായിരുന്നെങ്കിൽ അവസ്ഥ എന്താകുമായിരുന്നു? രാത്രിയിൽ പോലീസ് മണിയമ്പിള്ളയുടെ വീട്ടിൽ പോയിരുന്നുവെന്നും വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നും ആരെയും കണ്ടില്ല എന്നുമാണ് സിറ്റി പോലീസ് കമ്മീഷണർ കാർത്തിക് പറയുമ്പോൾ, മണിയമ്പിള്ള പറയുന്നത് മറ്റൊന്നാണ്. താൻ ക്യാൻസർ രോഗിയാണ്, ഭാര്യ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ധൃതിയൊന്നും വേണ്ട, നാളെ രാവിലെ 9 മണിക്ക് സ്റ്റേഷനിൽ വന്നാൽ മതി എന്ന് പോലീസ് പറഞ്ഞു എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എന്നാൽ ഒരു സാധാരണക്കാരൻ്റെ വാഹനമായിരുന്നു ഇതുപോലെ ഇടിച്ചതെങ്കിൽ പോലീസ് ഈ നിലപാടായിരിക്കുമോ സ്വീകരിക്കുന്നത്? മണിയമ്പിള്ളയുടെ പ്രതികരണം ഒന്ന് കാണാം. അതെ അതെ, ഞാൻ ഇടിച്ചിട്ട് അങ്ങനെ നിർത്താതെ പോകുന്നതല്ല. എന്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു. സ്പീഡിൽ വന്നിട്ട് ഞാൻ ട്രിവാൻഡ്രം ക്ലബിന്റെ മുമ്പിൽ നിന്ന് ക്രോസ് ചെയ്യാൻ പതുക്കെയല്ലേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് CCTV കാണാം. ഞാൻ ക്രോസ് ചെയ്ത് ഇവർ എന്തോ ശബ്ദം കേട്ട് ഇവർ താഴെ വീഴുന്നുണ്ടപ്പോൾ ആക്സിഡന്റ് ആണ് മനസ്സിലായി. അപ്പൊ തന്നെ ഞാൻ പെർപ്ലസ്ഡായി. ഉടനെ തന്നെ ഞാൻ സുബ്രഹ്മണ്യ ഹാളിൽ ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞു ഒരു ആക്സിഡന്റ് നടന്നിട്ടോ പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും അടങ്ങി എനിക്ക് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു രാവിലെ എത്തിക്കോളാന്ന് പറഞ്ഞു. വയ്യാത്ത ആളാണ്.
ഒറ്റയ്ക്ക് ഞാനാ ഓടിച്ചത്. അങ്ങനെ നിർത്താതെ പോയത് ശരിയാണെന്ന് തോന്നുന്നില്ല. എന്നെ കൊണ്ട് വയ്യ, ഞാനൊരു ക്യാൻസർ പേഷ്യന്റ്. ഇപ്പൊ ചിക്കൻ കുനിയാ അടിച്ചാൽ നിൽക്കുന്നത്, നിങ്ങൾക്ക് പറയില്ല, പേടിക്കണ്ട, കൊതു അടിച്ചാലേ പറയത്തുള്ളൂ. അങ്ങനെ വയ്യാത്ത നിൽക്കുന്നതാണ്, വീട്ടിൽ വൈഫ് ഒറ്റയ്ക്കുള്ള, അതുകൊണ്ട് പോയതാണ്. അത് എന്റെ പേരിലൊരു തെറ്റായിരിക്കും. അത് വിളിച്ചറിയിച്ചു. പിന്നെ രാത്രി വരാൻ ബുദ്ധിമുട്ടുള്ള അസുഖമാണ്, രാവിലെ വന്നാൽ മതി. എന്തോ പിന്നെ അത് തീർച്ചയായിട്ടും കൊടുക്കണം. അപകടത്തിൽ നിവേദ് കൃഷ്ണ, സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒരാൾ കിംസ് ആശുപത്രിയിലും മറ്റൊരാൾ മെഡിസിറ്റി ആശുപത്രിയിലും ചികിത്സയിലാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോടെയാണ് അപകടമുണ്ടായത്. അവരുടെ പ്രതികരണങ്ങൾ കാണാം. ഇന്നലെ രാത്രി ഞാനും എൻ്റെ ഒരു കൂട്ടാനും കൂടെ എൻ്റെ അസൈൻമെൻറ്റ് വാങ്ങാൻ പോയിരുന്നു വഴയിലേൽ. അപ്പം ആ പെണ്ണ് അവിടെ PG ഇല്ലായിരുന്നു. PG ഇല്ലാത്ത സമയത്ത് നമ്മൾ തിരിച്ച് നമ്മൾ കവടിയായിരുന്നു വഴുതക്കാട് വഴിയാണ് വന്നത്. അപ്പം അവിടെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നൊരു കാറ്, ഒരു ഹെഡ്ലൈറ്റ് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ആദ്യമേ ഹോണടിച്ച് കയറി അടുത്തെത്താറായപ്പോൾ ഈ കാറ് പെട്ടെന്നൊന്നും നമ്മൾ ഇടിച്ച് ഞാനും എൻ്റെ കൂടെയുള്ള പേരും ദൂരെ തെറിച്ച് വീണ. ഇടിച്ചിട്ട് ഈ കാർ കുറച്ച് ദൂരം നമ്മുടെ ബൈക്ക് നിരക്കി കൊണ്ടുപോയി. എന്നിട്ട് ഒറ്റ പോക്ക് പോയി ആ ബൈക്ക്. നമ്മൾ കുറച്ച് നേരം റോഡിൽ കിടന്നപ്പോഴത്തേക്കാണ് ആൾക്കാരൊക്കെ കൂടി വന്നത്. ട്രിവാൻഡ്രം ക്ലബിന്റെ അവിടെ ഒരു കാറ് പുറത്തോട്ട് ഇറങ്ങാൻ ഉണ്ടായിരുന്നു. ആ കാറ് നമ്മൾ ദൂരെ കണ്ടപ്പോഴത്തേക്ക് തന്നെ ഹോൺ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കാറ് നിർത്തിയില്ല. നമ്മൾ അടുത്തെത്തിയപ്പോ കയറി പോകാൻ പറ്റുമെന്ന് വിചാരിച്ച് അടുത്തെത്തിയപ്പം ഈ കാറ് പെട്ടെന്ന് ഇടിച്ചിട്ട് നമ്മുടെ തറയിൽ. അപ്പൊ ഇടിച്ച ഇടിയിൽ എന്റെ കൂട്ടുകാരൻ എന്റെ അടുത്ത് തന്നെ വീണു. ഈ കാറുകാരനാണെങ്കിൽ ആ ബൈക്കിനെ കുറച്ചു ദൂരം ഒന്ന് നിരക്കിയായിരുന്നു. ഞാൻ തെറിച്ച് കുറച്ച് ദൂരത്തോട്ടാണ് പോയി വീണത്. എന്തായാലും ബൈക്ക് യാത്രക്കാരായ യുവാക്കളുടെ അമിത വേഗതയാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ വന്നത് നന്നായി. അല്ലെങ്കിൽ മാപ്രകൾ മണിയമ്പിള്ളവധം തുടങ്ങിയേനെ. പല കഥകൾ, പല വേർഷനുകൾ പടച്ചുവിട്ട് തുടങ്ങുമ്പോഴാണ് CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അതോടെ എല്ലാത്തിനും ഏതാണ്ട് അടക്കമായി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.